മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്രിമിനലോ കൊലയാളിയോ ഗുണ്ടയോ ഒക്കെ ആയിരുന്നെങ്കിലും ധനരാജ് CPMന് അല്ലെങ്കിൽ CPM പ്രവർത്തകർക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഏത് പാതിരാവിലും അവരുടെ ആവശ്യങ്ങൾക്ക് ഓടിയെത്തുമായിരുന്ന അവരുടെ പ്രിയപ്പെട്ട സഖാവ്, പ്രിയപ്പെട്ട സുഹൃത്ത്. RSSനെതിരെയുള്ള പോരാട്ടത്തിൽ, സംഘപരിവാറിനെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങൾക്കിടയിൽ പാതി വഴിയിൽ ജീവനറ്റുപോയെന്ന് ധനരാജിൻ്റെ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്ന ഒരു രക്തതാരകമാണ്, ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ് ധനരാജ് പയ്യന്നൂരിലെ സഖാക്കൾക്കും. ആ ധനരാജിൻ്റെ ഓർമ്മകളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ്, ആ ധനരാജിൻ്റെ രക്തസാക്ഷിത്വം വിറ്റു തുലച്ചുകൊണ്ടാണ് കോടികൾ കൊള്ളയടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ CPM കൊള്ളയടിച്ചിരിക്കുന്നത്. 1,05,00,000 രൂപയാണ് ധനരാജിന് വേണ്ടി CPM പിരിച്ചതെന്ന് പറയപ്പെടുന്നു. ആരാണ് ഈ പിരിവ് കൊടുത്തത്? ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കൾ. അവരുടെ അധ്വാനത്തിൽ നിന്ന് ഒരു ഭാഗം, അവരുടെ വിയർപ്പിൻ്റെ ഓഹരി അവരവരുടെ പ്രിയപ്പെട്ട സഖാവിൻ്റെ കുടുംബത്തിന് ഒരു മെച്ചപ്പെട്ട ജീവിതമുണ്ടാകാൻ വേണ്ടി, ഒരു അടച്ചുറപ്പുള്ള വീടുണ്ടാകുവാൻ വേണ്ടി അവർ മാറ്റിവെച്ചു. അവരെങ്ങനെ മാറ്റിവെച്ച അവരുടെ ആ ചില്ലറ തുട്ടുകൾ കൊണ്ടുണ്ടാക്കിയ വലിയൊരു തുകയാണ് ഈ 1.5 കോടി രൂപയെന്ന് പറയുന്നത്. ആ പണമാണ് നിങ്ങൾ തട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു അനീതിയാണ് നടന്നിരിക്കുന്നത്. ധനരാജ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ട സഖാവായിരുന്നു ധനരാജ്. അയാളുടെ ഓർമ്മകളിൽ ചവിട്ടി നിന്നുകൊണ്ട്, അയാളുടെ രക്തസാക്ഷിത്വത്തിന് പുല്ലുവില കൊടുത്തുകൊണ്ട് CPMൻ്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ അതിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വെട്ടിച്ചെടുത്തിരിക്കുന്നു. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സത്യം പുറത്തു വന്നതാണ്. എന്നാൽ മൂടി വെക്കപ്പെട്ടു. എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചു. ഇതിൽ കണക്കുകളിൽ ക്രമക്കേടുകളുണ്ടെന്ന് CPMന് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ തങ്ങളുടെ രക്തസാക്ഷിയുടെ പേരിൽ പണം പിരിച്ച് വെട്ടിച്ച അല്ലെങ്കിൽ കൊള്ളയടിച്ച കാര്യം പുറത്തു വന്നാൽ CPMൻ്റെ അണികൾ എതിരാകുമെന്ന ഭയം കൊണ്ട് ഇവരെ മറച്ചു പിടിക്കാൻ നോക്കി. ഇപ്പോൾ നിൽക്കക്കളിയില്ലാതെ ആ മനുഷ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം, വീണ്ടും ഒരിക്കൽ കൂടി ഇത് പറഞ്ഞിരിക്കുന്നു. 1,05,00,000 രൂപ പിരിച്ചതിൽ 30 ലക്ഷം രൂപ ആ ഒറ്റ നില വീടിന് കൊടുത്തുവെന്നും 18 ലക്ഷം രൂപ മാത്രം ആ കുടുംബത്തിന് കൊടുത്തുവെന്നും 8.5 ലക്ഷം രൂപ അയാളുടെ വക്കീൽ ഫീസ് കൊടുത്തെന്നും അങ്ങനെ ആകെ 57 ലക്ഷം രൂപ. ബാക്കി പണം എവിടെ പോയി? 50 ലക്ഷത്തോളം വരുന്ന ധനരാജ് ഫണ്ടിൽ നിന്നും 50 ലക്ഷത്തോളം രൂപ എങ്ങോട്ടാണ് പോയത്? ചോദ്യം ഉയർത്തേണ്ടത് ആ നാട്ടിലെ സാധാരണക്കാരായ സഖാക്കളാണ്. നിങ്ങളുടെ വിയർപ്പിൻ്റെ ഓഹരിയാണ് നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി മാറ്റിവെച്ചത്, ആ മനുഷ്യൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചത്. ഇവിടെ ഒരു അനീതി നടന്നിരിക്കുന്നു. അന്തി പുലരും മുമ്പ് ശബ്ദമുയർത്തി തെരുവുകളിലെത്തേണ്ടത് നിങ്ങളാണ്. അന്തി പുലരും മുമ്പ് വിരൽ ചൂണ്ടി നേതൃത്വത്തിന് നേരെ സംസാരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പ്രക്ഷോഭം തുടങ്ങിയില്ലെങ്കിൽ, നിങ്ങൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സഖാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. അന്ന് RSSകാരുടെ വെട്ടേറ്റ് പൊലിഞ്ഞുപോയ ആ ജീവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും നിങ്ങളുടെ ഈ മൗനം എന്ന് പറയുന്നത്. നിങ്ങൾ കളത്തിലിറങ്ങി നിന്നുകൊണ്ട് നേതൃത്വത്തിനോട് ചോദിക്കാൻ തയ്യാറാകണം. ഞങ്ങളുടെ സഖാക്കൾ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നും ഒരു വിഹിതം ധനരാജ് സഖാവിൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ട് ആ പണം കൊള്ളയടിക്കാൻ എന്ത് ധൈര്യമാണ് നിങ്ങൾക്കുണ്ടായതെന്ന് അവരോട് ചോദിക്കണം. ആ സത്യം വിളിച്ചു പറഞ്ഞ സഖാവിനെ വേട്ടയാടാനല്ല നിങ്ങൾ ഇറങ്ങേണ്ടത്. കോൺഗ്രസ്സുകാരും BJPക്കാരും ഈ കൊള്ളക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ അവർക്കെതിരെ ആയുധങ്ങളുമായി ഇറങ്ങേണ്ടവരല്ല നിങ്ങൾ. ഇവിടെ അനീതികൾ ഉണ്ടായപ്പോഴൊക്കെ VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോൾ, ഈ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ അനീതികൾ നടക്കുമ്പോൾ തെരുവുകളിൽ പ്രക്ഷോഭവും പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുള്ള ചരിത്രം ഈ പറയുന്ന പ്രസ്ഥാനത്തിനുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഖാവിൻ്റെ ജീവന് വില പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഖാവിൻ്റെ രക്തസാക്ഷിത്വത്തിന് വില പറഞ്ഞിരിക്കുന്നു. എവിടെ പോയി നിങ്ങളുടെ ആർജവം? എവിടെ പോയി നിങ്ങളുടെ നട്ടല്? തെരുവിൽ ശബ്ദമായി ഉയരേണ്ടത് നിങ്ങളുടെ വാക്കുകളാണ്. തെരുവിൽ വിരൽ ചൂണ്ടി നിങ്ങളുടെ നേതാക്കന്മാരെ വിരൽ തുമ്പിൽ വിറപ്പിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇനിയും നിങ്ങൾ പുലർത്തുന്ന കുറ്റകരമായ മൗനം ധനരാജിൻ്റെ രക്തസാക്ഷിത്വത്തിനേക്കുന്ന ഏറ്റവും വലിയ അപമാനമായിരിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. ഇനിയെങ്കിലും പ്രതികരിക്കുക.